നാണമില്ലേ തനിക്ക്? ഭാര്യ വീട്ടുകാരുടെ ചെലവിൽ ഇങ്ങനെ കഴിയാതെ ഇറങ്ങി പൊക്കൂടെ? ഇതിനേക്കാൾ ഭേദം ഏതെങ്കിലും തെരുവിലിരുന്ന് തെണ്ടുന്നത്. പിള്ളാരെ, ഇതൊക്കെ കേട്ടു പഠിച്ചാലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ. അല്ലാതെ സാപ്പാന്നും പറഞ്ഞ് തൊണ്ട കീറിക്കൊണ്ടിരുന്നാലേ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. മുത്തശ്ശി, ദൈവിക ഉപദ്രവിക്കരുത്. സംഗീതം ദൈവികമായിട്ടുള്ള ഒരു കലയാ, അതിനെ അപമാനിക്കരുത്. ഈ കുട്ടികൾ പഠിച്ചോട്ടെ. പ്രിയ, അവൻ ഓഫ് ചെയ്തേ. മക്കളിങ്ങോട്ട് ശ്രദ്ധിച്ചോ. സാ പാ ചെറുക്ക, നീ ഏതാടാ? ഞാൻ രംഗന്റെ മോന. ഏത് രംഗൻ? ആ, കള്ളൻ രംഗന്റെ. അയ്യോടി മോളെ, സംഗീതം പഠിക്കാൻ വന്നവനെ കണ്ടോ? കള്ളൻ രംഗന്റെ മോൻ. അതെ, ഒരൊറ്റ എണ്ണത്തിന് ഇതിനകത്ത് കണ്ടുപോരുത്. പുറത്തിറങ്ങടാ. നിർത്ത്. ഇതേ എന്റെയും മുത്തശ്ശിയുടെയും കൂടെ വീടാ. ഇവിടെ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഞങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അയാളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. കാണണോ? എന്തോന്നാടി നോക്കിയിരിക്കുന്നേ? അമ്മേ, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ വീട്ടിൽ പാട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് അമ്മയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? ഇവൾ ഇങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയണ്ടേ? എന്നോട് അനുവാദം വാങ്ങിക്കണ്ടേ? അത് ചെയ്തോ നീ? അമ്മ, കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നീ ആളുകളോട് ബഹുമാനം കാണിക്കുന്നെങ്കിൽ കാണിച്ചോ, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതെ, എന്റെ ചെലവില് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛാ, ഞാൻ കുട്ടികളെ പറഞ്ഞു വിടട്ടെ? വേണ്ട മോളെ, കുട്ടികൾ അവിടെ നിൽക്കട്ടെ. വന്നവര് തിരിച്ചു പോവുമല്ലോ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോയാ മതി. എടാ, ഞാൻ തിരിച്ചു പോകുന്നില്ലെങ്കിലോ നീ ഇവിടെ ക്ലാസ് നടത്തോ? ഇതെന്തിനാ സുമാരിമേ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവരെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ സമ്മതിക്ക്. നിങ്ങളുടെ തനി സ്വഭാവം ഞങ്ങള് നാട്ടുകാർ കുറെ കണ്ടതാ. ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിനക്കൊക്കെ എന്താടാ പറയാനുള്ളത്? നീയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സുകുമാരിക്ക് എന്തു തോന്നാനാ? എന്റെ കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് എന്നോട് അഭിപ്രായം പറയാൻ നിൽക്കല്ലേ. സുകുമാരിയുടെ ഇപ്പോഴത്തെ പവർ എന്താണെന്ന് നിനക്കൊന്നും അറിഞ്ഞൂടാ. എടാ, വലിയ വലിയ ആളുകളെ സുകുമാരിയുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി കൈ കെട്ടി നിന്നാ സംസാരിക്കുന്നേ. കേട്ടോടാ? ഞാനും എന്റെ പ്രിയങ്ക മോള് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന കാശേ ഈ ജന്മം മുഴുവൻ അധ്വാനിച്ച നിനക്കൊന്നും കിട്ടത്തില്ല. കോടീശ്വരികളാടാ ഞങ്ങള്, കോടീശ്വരികള്. മനസ്സിലായോടാ? ഇവറ്റകളെ മാത്രം ഇറക്കി വിട്ട പറ്റത്തില്ലല്ലോ. ഒരു പണിയില്ലാതെ ഈ വീട്ടിൽ കയറി കൂടിയ വേറൊരുത്തനില്ലേ? അവനല്ലേ ആദ്യം ഇറക്കേണ്ടത്. എടി, അതിനെ നീ എന്റെ അനുവാദം കാത്തു നിൽക്കുന്ന എന്തിനാ മോളെ? ചെന്ന് ഇറക്കി വിട്ടോ. നാണം ഉള്ളവനാണെങ്കി ഇറങ്ങി പോട്ടടി. അവിടെ നിൽക്ക്. അച്ഛനൊന്ന് മാറി നിന്നേ. എനിക്ക് കാണേണ്ടവരെ ഞാൻ കണ്ടോളാം.
ഹലോ, ഇത് പഴയ കണിമംഗലത്തെ രാജകുമാരൻ തന്നെ അല്ലേ? തമ്പുരാൻ എന്താണാവോ ഈ വീടിനകത്ത്? ഭാര്യ വീട്ടിൽ പരമസുഖം അല്ലേ? അല്ല, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പ്രിയങ്കയാണ്. പ്രിയങ്ക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാ പിന്നെ സ്വർഗ ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സ്വർഗാണോ ഇത്? താനും തന്റെ മുത്തശ്ശിയും കൂടി കണിമംഗലത്തിട്ട് എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അന്ന് പ്രിയങ്ക മനസ്സിൽ കുറിച്ച് വെച്ചതാ ഇങ്ങനൊരു രംഗം. നാണമില്ലേ തനിക്ക്? ഭാര്യ വീട്ടുകാരുടെ ചെലവിൽ ഇങ്ങനെ കഴിയാതെ ഇറങ്ങി പൊക്കൂടെ? ഇതിനേക്കാൾ ഭേദം ഏതെങ്കിലും തെരുവിലിരുന്ന് തെണ്ടുന്നത്. എന്താണ് നീ പറഞ്ഞത്? ആരെ കുറിച്ചാ നീ പറഞ്ഞേ? നീയും നിന്റെ മുത്തശ്ശിയും പറയുന്നുണ്ടല്ലോ കൈ നിറയെ പണമുണ്ട്, നിങ്ങൾ കോടീശ്വരികളാണെന്ന്. ആരുടെ കോടികളാടി? ഈ മനുഷ്യൻ നിനക്ക് ഭിക്ഷയായിട്ട് തന്ന കോടികളാ നിന്റെ കയ്യിലുള്ളത്. എന്റെ ഭർത്താവ് എനിക്ക് വലിയവനാ, എന്റെ ദൈവമാ. ആ മനുഷ്യനെ ഇനി എന്തെങ്കിലും പറഞ്ഞ തൊല്ലുമല്ല, കൊന്നുകളയും ഞാൻ നിന്നെ. മാറി വെക്കും മുത്തശ്ശി, അല്ലെങ്കിലേ പ്രായം ഞാൻ നോക്കില്ല. ഇന്നേ വരെ നീ പലതും ചെയ്തു കൂട്ടിയിട്ടും ഞാൻ മനസ്സുകൊണ്ട് നിന്നെ ശപിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സ് നൊന്തു പറയാ. ഞാൻ ആരാധിക്കുകയും നീയൊക്കെ അവഗണിക്കുകയും ചെയ്യുന്ന ഭഗവാനുണ്ടല്ലോ, ആ ശക്തി എന്താണെന്ന് നിനക്കോ നിന്റെ ഈ മുത്തശ്ശിക്കോ അറിയില്ല. അധികം വൈകാതെ നിനക്കും നിന്റെ മുത്തശ്ശിക്കും അത് ബോധ്യപ്പെടും. ഈ കാണിച്ചു കൂട്ടുന്നതിനുള്ള ശിക്ഷ നിനക്ക് നിന്റെ മുത്തശ്ശിക്കും കിട്ടിയിരിക്കും. തെരുവിലിരുന്ന് വരുൺ ഭിക്ഷ എടുക്കുന്ന കാണാന്നല്ലേ നീ പറഞ്ഞേ? നിന്നെയും ഈ അഹങ്കാരിയായ തള്ളയും ഞാൻ ആ അവസ്ഥയിൽ കാണും.